ഓക്കെ സാർ, ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ ഏർലി സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ ഡയബറ്റിക് ഫുഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പല കോംപ്ലിക്കേഷൻസ്. അതിൽ ഒരു കോംപ്ലിക്കേഷനാണ് ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. പ്രമേഹം എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രമേഹം ഏത് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മിക്ക ആൾക്കാരും ഇങ്ങനെ സംശയം പറയാറുണ്ട്. പ്രധാനമായിട്ടും പ്രമേഹം അഫക്റ്റ് ചെയ്യുന്നത് രക്തക്കുഴലുകളെയാണ്. വാസ്കുലോപ്പതി എന്നുള്ളതാണ് ഡയബറ്റിക്കിലെ കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ വരുന്നത് നമ്മുടെ രക്തക്കുഴലുകളെയാണ്. കണ്ണിൽ ബാധിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിലെ രക്തക്കുഴലിനെ ബാധിക്കുന്നു. കിഡ്നിയിൽ ബാധിക്കുക എന്ന് പറഞ്ഞാൽ കിഡ്നിയിലെ രക്തക്കുഴലിനെ ബാധിക്കുന്നു. നമ്മുടെ കാലിലേക്കുള്ളതാണെങ്കിലും രക്തക്കുഴലിനെയാണ് പ്രധാനമായിട്ടും പ്രമേഹം ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷനെ പറയുമ്പം മൈക്രോ വാസ്കുലർ ആൻഡ് മാക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയ രക്തക്കുഴലുകളെയും വലിയ രക്തക്കുഴലുകളെയും ബാധിക്കുന്നു. അതിലെ ചെറുതും വലുതുമായിട്ടുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു മേജർ കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുഡ്. അപ്പം പ്രമേഹമുള്ള ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, പ്രമേഹമുള്ളവർ നമ്മുടെ മുഖം ശ്രദ്ധിക്കുന്ന പോലെ വേണം കാല് ശ്രദ്ധിക്കാൻ. ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കാല് വൃത്തിയായിട്ട് കഴുകി, അവർക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എഫേർട്ട് എടുത്ത് കാല് കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ചെറിയ മുറിവോ ആണിരോഗം പോലത്തതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കെയർ എടുക്കുക. കാരണം പ്രമേഹം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷൻ വന്നിട്ട് നമുക്ക് മുറിവ് വന്നാലോ പൊള്ളിയാലോ ഒന്നും അറിയാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം മുറിവിൻ്റെ തുടക്കം നിങ്ങൾ അറിയുന്നില്ല. ആ മുറിവ് വീണ്ടും പഴുത്ത് കഴിഞ്ഞിട്ടായിരിക്കും അത്ര ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ രണ്ടാമതൊരു മേജർ കോംപ്ലിക്കേഷനാണ് ഈ കാലിലേക്കുള്ള ശുദ്ധരക്തത്തിൻ്റെ ഒഴുക്ക്. അത് കുറയുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്യാം. PVOD എന്ന് പറയും, പെരിഫറൽ വാസ്കുലർ ഒക്ലൂസീവ് ഡിസീസ് എന്ന് പറയും. അതിനെ കൂട്ടുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റൊക്കെ വലിക്കുന്നവർക്ക് പ്രമേഹം കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വഷളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാലിലേക്ക് ശുദ്ധരക്തം പോകുന്നില്ല. ശുദ്ധരക്തം പോകാത്തത് കൊണ്ട് തന്നെ വൂണ്ട് ഹീലിംഗ്, ആ മുറിവിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഹീലിംഗ് നടക്കുന്നില്ല. രണ്ട്, മുറിവ് വന്നതറിയുന്നില്ല. എന്തുകൊണ്ട്? ആ സെൻസേഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് മുറിവ് വന്നു എന്നുള്ള കാര്യം പോലും അറിയുന്നില്ല. അപ്പോൾ ഇതാണ് ഡയബറ്റിക് ഫുഡിൻ്റെ ഒരു ഇനിഷ്യൽ പോർഷൻ. അപ്പോൾ ആ ഇനിഷ്യൽ പോർഷനിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഫുഡ് എക്സാമിനേഷൻ, കാല് നോക്കുക. കാല് നഖം വെട്ടുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള കെയർ എടുക്കുക. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നഖം ഒന്നും ഇങ്ങനെ വളച്ച് ഒന്നും വെട്ടേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒക്കെ കറക്റ്റ് ആവും. മൂന്നാമത്തേത്, ഇടയ്ക്ക് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഡോക്ടറെ വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഷുഗറിൻ്റെ ബ്ലഡ് നോക്കിയാൽ 140, 150 എന്നാൽ പിന്നെ ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ റീസെൻ്റ്ലി എന്നെ ഒരു പേഷ്യൻ്റ് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഡോക്ടറിനെ മരുന്നാണ് കഴിക്കുന്നത്. ഞാൻ ചോദിച്ചു ആണോ, എന്നിട്ട് ഇപ്പോൾ ഷുഗർ നോക്കിയപ്പോൾ കൂടുതലാണല്ലോ. ആ ഡോക്ടർ 4 വർഷം മുമ്പ് തന്ന മരുന്ന് ഞാൻ ഇപ്പോഴും അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻ്റെന്ന് പറയരുത്. കാരണം ഞാൻ റെഗുലറായിട്ട് പറയും, നിങ്ങൾ എപ്പോൾ കാണണം, മന്ത്ലി ആണോ കാണേണ്ടത് അല്ല 3 മന്ത്ലി ആണോ കാണേണ്ടത്. കാരണം ആ സമയത്ത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ റിപ്പോർട്ടിനെ മാത്രമല്ല നോക്കുന്നത്, ആ വ്യക്തിയെ മുഴുവനായിട്ട് നോക്കും. ആ വ്യക്തിയുടെ കാലിലെ പൾസ് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രക്തോട്ടത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇനി കോംപ്ലിക്കേഷൻ നേരത്തെ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രമേഹമുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന കോംപ്ലിക്കേഷനിലേക്ക് എത്തിയോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ചെയ്യുന്ന 3 പരിശോധനകളുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കിന് റെറ്റിനോപ്പതി എന്ന് പറയും. അത് പ്രമേഹം കണ്ണിനെ ബാധിച്ചോ എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധന, റെറ്റിനോപ്പതി സ്ക്രീനിങ്. അതിന് കണ്ണിലൊരു തുള്ളിമരുന്ന് ഒഴിച്ച് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണിലെ രക്തക്കുഴലിൽ പ്രമേഹം ബാധിച്ചോ എന്ന് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ പുതിയ ടെക്നിക്സ് ഉണ്ട്, പുതിയ മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഈ തുള്ളിമരുന്ന് ഒഴിക്കാതെ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 2, കിഡ്നിയുടെ ഇപ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞൊരു പരിശോധനയുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം കിഡ്നിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ കാലിൻ്റേത് നമുക്ക് കാലിലെ വൈബ്രേഷൻ സെൻസ്, അതുപോലെ തന്നെ ബയോതെസ്യോമെട്രി എന്ന് പറഞ്ഞൊരു മൊഡാലിറ്റി ഉണ്ട്. അതുവഴി വൈബ്രേഷനും മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള നമ്മൾ ഈ ഫിസിക്സ് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ട്യൂണിംഗ് ഫോർക്ക്, 128 ഒക്കെ ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടച്ച്. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്. അപ്പം ഞാൻ ആസ് എ പ്രിവെൻറ്റീവ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യൻ, എൻ്റെ എയിമും ഒരു വ്യക്തിക്ക് ഒരു പ്രമേഹം വന്നു, അവർക്ക് പ്രമേഹത്തിന് കോംപ്ലിക്കേഷൻ വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ ഞാൻ ട്രീറ്റ് ചെയ്യും, പക്ഷേ അതിനെക്കാട്ടിലും അവർക്കത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. അതായത് പ്രിവെൻറ്റീവ് അപ്രോച്ചാണ് ഏറ്റവും ബെസ്റ്റ് ദാൻ എ ക്യൂറേറ്റീവ്. ഒബ്വിയസ്ലി അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അത് ഗാംഗ്രീൻ പോലെ രക്തോട്ടം നിന്നിട്ട് അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നേക്കാം. ഓക്കെ, ആ ഒരു ലെവലിൽ പോലും പോർഷൻ പോകാറുണ്ട്. കാരണം അല്ലെങ്കിൽ അവിടുത്തേത് ഹീലാവുകയും ചെയ്യില്ല, അത് മുകളിലോട്ട്
കയറുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില പേഷ്യൻസിന് മുറിച്ച് കളയേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു വലിയ അസുഖം വന്ന് വലിയ ഹോസ്പിറ്റലിൽ പോയി ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വേണോ, അസുഖം വരാതിരിക്കണോ? അസുഖം വരാതിരിക്കുന്നില്ലെന്നല്ല. സോ അതുകൊണ്ടാണ് ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഡയബറ്റിക് ഫുഡിൽ എൻഡെന്ന് പറയുന്നത് മുറിച്ച് കളയുക എന്നുള്ളൊരു സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയും വഷളായി, കാലിലേക്ക് രക്തോട്ടം ഇല്ല, കാല് ഗാംഗ്രീൻ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തോട്ടം നിന്നിട്ട്, താഴെയുള്ള രക്തോട്ടം നിന്നിട്ട് അവിടെ ഒരു കറുത്ത കളർ പോലെ ഇങ്ങനെ പോകാന്ന് വെച്ചു ആ വിരള്. മീൻസ് അത് ഡെഡായി. ഇനി അതിനെ നമുക്ക് റിക്കവറി എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഇല്ല. ഇപ്പോൾ ഒരു വൂണ്ട് മാത്രമേ ഉള്ളൂ, അവിടത്തേക്കുള്ള രക്തോട്ടമൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ആ മുറിവ് പഴുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സെൻസിറ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയും പ്രോപ്പർ വൂണ്ട് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായി വരും. ഓക്കെ, ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയബറ്റിക് ഫുഡുമായിട്ട് ബന്ധമുണ്ടോ? പ്ലാസ്റ്റിക് സർജറി തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഡയബറ്റിക് ഫുഡിൽ ഇപ്പം ഫുഡ് പ്രോസസ്സസ് എന്ന് പറയും. ആ ഒരു ഏരിയ ഉണ്ട്. പ്ലാസ്റ്റിക് സർജറി വഴി ഇപ്പോൾ ഒരു ഏരിയ വന്ന് മുറിവ് വന്ന് വല്ലാണ്ടങ്ങ് ഓപ്പണായി പോകുന്നുണ്ടായിരുന്നു, കുറേ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അത് ശരിയാക്കി. അപ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതിനെ ഒരു കോസ്മെറ്റിക് അപ്പീലിന് വേണ്ടിയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ പ്രമേഹത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് ചെരുപ്പ്. ഓക്കെ, ഇപ്പം ഡയബറ്റിക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട്. അപ്പോൾ അത് MCR, മൈക്രോസെല്ലുലോസ് റബ്ബർ, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ. ഇവ എന്ന് പറയുന്നത് ബ്രാൻഡല്ല, ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ എന്നോ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയാം. അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും നിൽക്കുകയും നടക്കുകയും ചെയ്യുമ്പം അവരുടെ കാലിലെ ഓരോ സ്ഥലത്തുമായിരിക്കും പ്രഷർ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കൂടുതൽ പ്രഷർ വരുന്ന ഏരിയാസിൽ വൂണ്ട് വരാനുള്ള, മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മുറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് വഷളാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ആർച്ച് ഓഫ് ഫുട്ട് എന്ന് പറയും, കാലിനൊരു പ്രോപ്പർ ആർച്ചിങ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ ഒരു കാലിൻ്റെ സ്കാനൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുട് വെയർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം കേരളത്തിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള പല കമ്പനീസും ഉണ്ട് അങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് ഫുട് വെയർ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് ഫുട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, ഫ്ലാറ്റ് ഫുട്ട് എന്നല്ല, ഫ്ലാറ്റ് ഫുട്ട് ഒരു ഫാക്ടർ മാത്രമാണ്. ഫ്ലാറ്റ് ഫുട്ട് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതെന്ന് പറയുമ്പോൾ പ്രമേഹത്തിന് ഇപ്പോൾ ഒരിക്കൽ മുറിവ് വന്നു, കാലിൻ്റെ അടിഭാഗത്തിന് മുറിവ് വന്നു, അതെല്ലാം കരിഞ്ഞു. പക്ഷേ അവിടെ വീണ്ടും മുറിവ് വരാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യും. അതായത് ചെരുപ്പ് ഡിസൈൻ ചെയ്യുമ്പം ആ മുറിവ് വന്ന ഭാഗത്ത് ചെരുപ്പിൻ്റെ ആ പോർഷൻ കുറച്ച് ഇങ്ങനെ കർവ് ചെയ്തെടുത്ത പോലെ, അതായത് അവിടെ വീണ്ടും പ്രഷർ വരില്ല. അപ്പം അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചെരുപ്പിന് നിങ്ങളൊരു 1000 or 2000 രൂപയോ മുടക്കിയെന്ന് വെച്ചോ, അതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റാണ്. പക്ഷെ ഭാവിയിൽ നമുക്കൊരു മേജർ പ്രശ്നം വരത്തില്ല. അല്ലെ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും തുടക്കത്തിൽ നമുക്ക് ആ ഒരു ഇത് യൂസ് ചെയ്യാം. പിന്നെ ചെരുപ്പിൽ ഞാൻ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പൊതുവേ പ്രമേഹം മാത്രമല്ലല്ലോ ഈ വ്യക്തിക്കുള്ളത്, പല അസുഖങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ കാലിൽ നീര് വരുന്നു. രാവിലെ വലിയ പ്രശ്നമില്ല, കിടന്നുറങ്ങി കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നീര് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ പകൽ സമയത്ത് പോയി ഒരു നല്ല ഫിറ്റിങ് ചെരുപ്പ് വാങ്ങിച്ചു, ഷുഗർ ഉള്ള ആളാണ്. അപ്പോൾ എന്നിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരം ഇതങ്ങ് ടൈറ്റ് ആവും. അപ്പോൾ ഈ ടൈറ്റ് ആകുമ്പോൾ എന്താ പറ്റും, ചില ഫ്രിക്ഷൻ കൂടിയിട്ട് പല സ്ഥലവും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചെരുപ്പ് വാങ്ങിക്കുമ്പം എങ്ങനെ വേണമെങ്കിലും ചെരുപ്പ് വാങ്ങിക്കാം. പക്ഷേ എങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, ഒന്ന് എയ്തർ വൈകുന്നേരം പോയി വാങ്ങിക്കാം. അപ്പം ജനറലി കുറച്ച് നീര് വന്നിട്ടുള്ളൊരു സമയമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ വാങ്ങിക്കുമ്പോൾ വല്ലാണ്ട് ടൈറ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കുക, അതൊരു അല്പം ലൂസായിട്ടുള്ളത് വാങ്ങിക്കുക. മൂന്നാമത്തേന്ന് പറയുമ്പോൾ പ്രമേഹം കൂടുതലുള്ള ന്യൂറോപ്പതി ഉള്ളവർക്കുള്ളൊരു പ്രോബ്ലം, അവരുടെ കാലിൽ നിന്ന് ആ ചെരുപ്പ് ചിലപ്പോൾ ഊരിപ്പോയെന്നിരിക്കും, അവരറിയുന്നില്ല. അപ്പോൾ കാലിൽ ഒരുപാട് പ്രഷർ ഇല്ലാത്ത എന്നാൽ ബാക്ക് സ്ട്രാപ്പോട് കൂടിയ ചെരുപ്പ് വാങ്ങിക്കാം. ചില ചെരുപ്പുകളുണ്ടല്ലോ, നമ്മളിപ്പം ഈ കാലിൻ്റെ തള്ളവിരലും ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നടക്കണ്ട, അങ്ങനത്തെ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ചെരുപ്പുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമാണ് ചെരുപ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ നഖം വെട്ടുക, ഇതൊക്കെയാണ് ശരിക്കും ഡയബറ്റിക് ഫുഡിൻ്റെ പ്രിവെൻഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ സർ, ഈ ഡയബറ്റിക് ഫുഡിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നതിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഈ ചില ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ചൂടുവെള്ളം പിടിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇതിന് യൂസ്ഫുൾ ആവും? ചൂടിൻ്റെ കാര്യത്തിൽ ഒരു പ്ലസ് ആൻഡ് മൈനസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ സെൻസേഷനും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് വന്നു, അവർ ബന്ധുക്കൾ വന്നു, വീടിന് വെളിയിൽ ഇറങ്ങിപ്പോയി, അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. ശാരീരികസേരുള്ള ആൾ കിടന്നപ്പോൾ മോള് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ അടിഭാഗം ഇളകിയിരിക്കുന്നു. കാലിൻ്റെ അടിഭാഗത്ത് ചെരുപ്പില്ലാതെ പോയിരുന്നത് ആ സ്കിന്നുണ്ടല്ലോ, സ്കിൻ ഇളകിപ്പോയി. ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർ അത്രയും ചൂടിൽ പോയി നിന്നും പൊള്ളിയത് അറിഞ്ഞില്ല.
അത് ഡയബറ്റിക് ഫുഡിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. കംപ്ലീറ്റ് സെൻസേഷൻ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ റേഞ്ചിലായിരിക്കും. ചിലർക്ക് തുടക്കത്തിൽ വൈബ്രേഷൻ സെൻസ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, ചിലർക്ക് തൊടുന്ന അറിയുന്നില്ല, ടെമ്പറേച്ചർ അറിയുന്നില്ല, വേദന പോലും ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ട്. നമ്മളവിടെ ഡ്രസ്സിങ്ങോ മുറിവിന് എന്തെങ്കിലും ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ വേദനയില്ല, അവർക്ക് തൊടുന്നതായിട്ട് പോലും അറിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് നമ്മൾ ചൂടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി അവർ അറിയില്ല. ചൂട് വെക്കുമ്പോൾ ഒരു ലോക്കലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഞാൻ ഈ പറഞ്ഞ രക്തോട്ടക്കുറവ് എന്നിട്ട് മാക്രോ വെസൽസ് എന്ന് പറയും, വലിയ രക്തക്കുഴലുകൾ, കാലിലേക്കുള്ള വലിയ രക്തക്കുഴൽ. അത് എൻഡ് ആർട്ടറി എന്ന് പറയും. അതിൽ ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു എൻഡ് ആർട്ടറിയാണ്. അതിനകത്തിലാണ് ഈ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ താഴോട്ട് പോകുന്ന ഒരു രക്തക്കുഴലിൻ്റെ ഒരു പോർഷനിൽ ബ്ലോക്ക് പോകുന്നു. അത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചൂട് വെച്ചു എന്ന് വെച്ചിട്ട് അതിലൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അല്ലാതുള്ളൊരു മസിൽ പെയിൻ, ഒരു ക്രോണിക് ഏക്ക്, വേദനകളൊക്കെ ഉള്ളിടത്ത് ഒരു ചെറിയ ചൂട് വെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ സ്മോൾ വെസൽസിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. അത് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ വെരിക്കോസ് വെയിനിലും ആ ഒരു ടൈപ്പ് ഓഫ് ബ്ലോക്ക് അല്ലേ വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ആർട്ടറി എന്ന് പറയും. ആർട്ടറി എന്ന് പറഞ്ഞാൽ ശുദ്ധ രക്തക്കുഴലുകൾ, ഹാർട്ടിൽ നിന്ന് താഴോട്ട് പോകുന്നതിൽ ബ്ലോക്ക് വരും. വേരിക്കോസ് എന്ന് പറഞ്ഞാൽ അശുദ്ധ രക്തക്കുഴൽ എന്ന് പറയും, അല്ലെങ്കിൽ വെയിൻ താഴെ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ വേരിക്കോസിന്റെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലോട്ട് അശുദ്ധ രക്തം, അശുദ്ധം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നിട്ടുള്ള മെയിനായിട്ടുള്ള ബ്ലഡ്, ഇത് മുകളിലോട്ട് പോകാൻ, താഴോട്ട് പോകാൻ എളുപ്പമാണ്. ഗ്രാവിറ്റി ഉണ്ട്, പമ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. തിരിച്ച് മുകളിലോട്ട് പോകാൻ ഗ്രാവിറ്റിക്ക് എതിരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ബ്ലഡ് വെസൽ അല്ല, അതിനൊരു വാൽവ് മെക്കാനിസം ഉള്ള സ്പെസിഫിക് വെസൽസ് ആണ്. സൂപ്പർഫിഷ്യലും ഡീപ്പും തമ്മിലുള്ള കണക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്പെസിഫിക് മെക്കാനിസം ആണ് അശുദ്ധ രക്തത്തിന്. അപ്പോൾ അവിടെ വാൽവ് ഉണ്ട്. രണ്ട് നമ്മുടെ കാഫ് മസിൽ ഉണ്ട്, കാലിൽ വണ്ണ എന്ന് പറയാം. കാഫ് മസിലിനെയാണ് പെരിഫറൽ ഹാർട്ട് എന്നാ പറയാം. അപ്പോൾ നമ്മൾ നടക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ആ പെരിഫറൽ മസിൽസ്, ആ ഒരു കാഫ് മസിൽസിന്റെ കൺട്രാക്ഷൻ വഴി താഴെയുള്ള ഒരു കോളം ഓഫ് ബ്ലഡ് അത് മുകളിലോട്ട് പോകും. അത് മുകളിൽ ചെല്ലുമ്പോൾ അത് വീണ്ടും തിരിച്ച് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി ആ വാൽവ് ക്ലോസ് ആവും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് കാലിലെ അശുദ്ധ രക്തക്കുഴലിൻ്റെത്. അപ്പം ഈ ഒരു ഫ്ലോ നടക്കാതെ വരുമ്പോൾ, താഴെ നിന്ന് അശുദ്ധ രക്തം മുകളിലോട്ട് പോകാതെ വരുമ്പോൾ എന്താ പറ്റുക, ഈ ഞരമ്പ് ആദ്യം വീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനകത്തിൽ നിന്ന് പുറത്തേക്ക് ഈ രക്തത്തിൻ്റെ ഒരു ഫ്ലൂയിഡ് പോലെ ഇറങ്ങി വരും. അപ്പോൾ ചിലപ്പം ആദ്യം ഒരു നീരായിട്ട് വരാം, ചില സ്കിൻ ഇഷ്യൂസ് കാണാം, ചിലർക്കത് രക്തക്കുഴലിൽ വീങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് രണ്ടും രണ്ട് അസുഖമാണ്, തമ്മിൽ ബന്ധമില്ല.